ഹലോ ഗേയ്സ്, 3 മാസമാണ് ഈ ടൈല് വിരിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നത്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ മുറ്റത്തെ ടൈൽസിൻ്റെ ഒരു വിശേഷമാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ മതിലും ഒക്കെ താന്നിരിക്കുകയാണ്. നമ്മുടെ മുറ്റമൊക്കെ വളരെ താഴ്ചയിലായിരുന്നു. അതായത് വെള്ളമൊന്നും നിൽക്കില്ല, എങ്കിലും നമ്മുടെ താന്നതായിരുന്നു. അപ്പം നമുക്ക് ഈ ടൈൽസ് വിരിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ മതിലൊന്ന് പൊക്കണം. അപ്പോൾ നമ്മുടെ മതിൽ പൊക്കാനായിട്ടുള്ള ഏർപ്പാടിലാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. അപ്പം നമ്മുടെ മതിൽ ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വരി കട്ട വെച്ചിട്ടാണ് നമ്മുടെ മതിൽ പൊക്കിയേക്കുന്നത്. ആദ്യം ഏറ്റവും ഹൈറ്റ് ഞങ്ങളുടെ മതിലിനായിരുന്നു. അപ്പുറവും ഇപ്പുറമൊക്കെ മതിൽ പൊക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ മതിൽ വീണ്ടും താന്നുപോയി. അപ്പം നമുക്ക് ഒരു കട്ട വെച്ച് പൊക്കിയേ പറ്റുള്ളൂ. കാരണം നമ്മൾ ടൈൽസ് ഇടുമ്പം ഒന്നുകൂടി നമുക്ക് ഹൈറ്റ് നമ്മുടെ മുറ്റത്ത് വരും. അപ്പം നമ്മുടെ മതിൽ വീണ്ടും താരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഒരു വരി കട്ട വെച്ചിട്ട് നമ്മുടെ മതിൽ ആദ്യം തന്നെ അതാണ് നമ്മൾ ചെയ്തത്. ഏകദേശം 2 ആഴ്ചയോളം എടുത്തിട്ടാണ് നമ്മുടെ ആ മതിൽ ഒരു വരി കെട്ട വെച്ചിട്ട് അവർ കെട്ടിത്തന്നത്. മേസ്തിരിമാർക്ക് ഭയങ്കര തിരക്കായിരുന്നു. ചെറിയ പണി കാരണം അവർക്ക് വരാൻ മടിയുമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളത് മെറ്റൽ വന്നിട്ടുണ്ട്. അവരുടെ കണക്കിൽ ഏകദേശം 1 ലോറി മെറ്റലാണ് അവർ പറഞ്ഞേക്കുന്ന കണക്ക്. കൂടാതെ നമ്മൾ 2 ലോറിയും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അടിച്ചതിന് ശേഷമാണ് മൊത്തം 3 ലോറി മെറ്റലാണ് നമ്മുടെ മുറ്റത്ത് അടിച്ചേക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, മുറ്റം അടിച്ചടിച്ചടിച്ച് കുഴിയായി പോയതാണ്, വേറൊന്നുമല്ല. മെറ്റലിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കിണർ തേകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ നമ്മൾ ഈ ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴുക്കാകുമെന്ന് ഓർത്തിട്ട് നമ്മുടെ കിണർ തന്നെ ആദ്യം ക്ലീൻ ചെയ്തു. നമ്മൾ ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ ഈ വർക്ക് തുടങ്ങിയത്. അപ്പോഴത്തേക്ക് നല്ല പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ കിണർ തേവിയ വെള്ളം നമ്മൾ ഒട്ടും വേസ്റ്റ് ചെയ്തില്ല. നമ്മുടെ ആ മെറ്റലിലെ പൊടിയിൽ നമ്മൾ അടിച്ച് അതെല്ലാം നനച്ച് നല്ല പൊടിയൊക്കെ കളഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മരം നമുക്ക് വെട്ടേണ്ടി വന്നു. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് വശത്ത് നല്ല ഗോൾഡൻ കളറാണ്. ഫ്രണ്ടിൽ പച്ചയും ബാക്കിൽ ഗോൾഡൻ കളറും. അപ്പോൾ ഇത് കിളികളൊക്കെ കഴിക്കുന്ന ഒരു പഴമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ഇലഞ്ഞിപ്പഴം പോലെ ഇരിക്കും ഇതിൻ്റെ പഴം. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഇത് കായ്ച്ചിട്ടുള്ളൂ, പിന്നെ അത് കായ്ച്ചില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ കല്ല് വന്ന് ഏകദേശം 1.5 മാസത്തോളം ആയി ഇത് നമ്മുടെ കല്ല് വിരിക്കാൻ തുടങ്ങിയ ടൈം. അപ്പോഴത്തേക്ക് നമുക്ക് മഴയും വന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മഴ ജൂൺ മാസമായി. അത് കഴിഞ്ഞ് നമ്മൾ കല്ല് വിരിച്ച് കഴിഞ്ഞ് മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കല്ല് വീണ്ടും അഴുക്കാകാൻ തുടങ്ങി. അപ്പം നമുക്ക് നമ്മുടെ കല്ല് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കല്ല് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ക്ലീനിങ് മെഷീൻ വാടകയ്ക്കെടുത്ത് നമ്മുടെ കല്ല് ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് നല്ല നീറ്റായി നമ്മുടെ പായൽ പിടിച്ച് നല്ല കരി പോലെ ആയിരിക്കും. എല്ലാം കഴിഞ്ഞ് പുല്ല് പിടിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം 3 മാസം എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ടൈൽസ് ഇടാനായിട്ട് 3 മാസം എടുത്തു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.